എടാ ദിസ് ഇസ് ഇത് എടാ ഞാൻ പൃഥ്വിരാജിൻ്റെ ഖലീഫ കണ്ടു. ഓക്കെ, ആദ്യമേ പറയാണ് ഇത് എൻ്റെ ഒപ്പീനിയനാണ്, നമ്മൾ തമ്മിലുള്ള ഒപ്പീനിയനൊക്കെ വ്യത്യാസം വരും. സോ ആ രീതിക്ക് എടുക്കുക. എനിക്ക് ഈ പടം ഒരു എബോവ് ആവറേജ് ആയിട്ടാണ് തോന്നിയത്. ഓക്കെ, സംഭവം ഇതൊരു ഔട്ട് ആൻഡ് ഔട്ട് ആക്ഷൻ പടമല്ല, ഇതൊരു ഫാമിലി ഡ്രാമയൊക്കെ കലർന്ന ഒരു പരിപാടിയാണ് എന്ന് അറിയാം. ഓൾറെഡി ഇൻ്റർവ്യൂസിൽ കേട്ടതാണ്. സോ ഞാൻ ആ ഒരു മീറ്റർ പ്രതീക്ഷ തന്നെയാണ് പോയത്. പക്ഷേ സ്റ്റിൽ എനിക്കൊരു എബോവ് ആവറേജ് ആണ് തോന്നിയത്. എന്ന് വെച്ചാൽ ഉദ്ദേശിച്ച ഒരു സംഭവം അങ്ങനെ ഇറക്കാത്ത പോലെ എനിക്ക് തോന്നി. പിന്നെ കമ്മിങ് ടു പെർഫോമൻസ് ബേസിൽ നോക്കണമെന്നുണ്ടെങ്കിലും പൃഥ്വിരാജിൻ്റെ ഓറ വാസ് അൺബീറ്റബിൾ. കിട്ടു, അതിലൊന്നും പറയാനില്ല. പക്ഷേ ഈ ഒരു സംഭവം കെട്ടിപ്പടുത്തിയതിന് ശേഷം പിന്നീട് അങ്ങോട്ട് എന്ന് വെച്ചാൽ എന്തോ ആ ഒരു എനിക്ക് കണക്റ്റ് ആയില്ല ഇൻ ദ സെൻസ്. ഒന്നാമത്തെ കേസ് എന്ന് വെച്ചാൽ എതിരെ നിൽക്കുന്ന, അതായത് പുള്ളിക്കാരനെതിരെ നിൽക്കുന്ന വില്ലനും അത്രയും പവർഫുൾ ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ വില്ലൻ എത്രത്തോളം പവർഫുൾ ആവണോ അതിനനുസരിച്ച് നായകനും കിടന്ന് കൂടുതൽ ഓറ കാണിക്കാൻ പറ്റുള്ളൂ. ഇവിടെ എന്തിനു കാണിച്ചാലും എന്ന് വെച്ചാൽ കാണിക്കുന്നു, പക്ഷെ അങ്ങോട്ട് ഇറങ്ങില്ല. കാരണം ഒരു മൊണ്ണ തോൽവി കിഴങ്ങ വില്ലനാണ് ഇതിനകത്ത് ഇരിക്കണത്. നിതിൻ മുകേഷ് കത്തിയില്ല. ഇടേ അങ്ങനെ ക്യാരക്ടറിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഈ പറഞ്ഞ പോലെ 2 ഫോണും വിളിച്ച് 4 വഴിക്ക് തെക്കും വടക്കം തിരിഞ്ഞ് നടക്കണത് മാത്രമാണ് എഴുതി പിടിപ്പിച്ച് വെച്ചിരിക്കുന്നത്. അതങ്ങനെ ഒരിത്. പിന്നെ എനിക്ക് ആകെപ്പാടെ ലൈക്ക് ആ ഒരു ഡബ്ബിങ് വോയിസ് എനിക്ക് കുറച്ച് മാച്ചായിട്ട് എനിക്ക് തോന്നി. അല്ലാത്ത പക്ഷം പിന്നെ നായിക വെറുതെ പ്രത്യേകിച്ചൊന്നും ചെയ്യല്ല, പ്രഡിക്റ്റബിൾ ആയിരുന്നു. അതുകൊണ്ട് അത് വിട്ട് തുടക്കത്തിൽ അങ്ങനെ ഒരു റൊമാൻസ് കാണിക്കാൻ വേണ്ടി കുറച്ച് സീൻസുകളൊക്കെ കുത്തിക്കയറ്റി വെച്ചു. പക്ഷേ ആ സമയത്ത് ലൈക്ക് പൃഥ്വിരാജിൻ്റെ ലുക്ക് വാസ് കിട്ടുക കേട്ടോ, പറയാതെ വയ്യ. എന്നുവെച്ചാൽ എന്ത് ചാർമിങ് ആണ് ആ ഇതിൽ. എന്ന് വെച്ചാൽ ആ ലുക്കിലൊക്കെ ഒരു പടമൊക്കെ പറഞ്ഞാൽ നൈസായിരിക്കും അത്. അങ്ങനെ കമ്മിങ് ടു ഇതിലോട്ട് വരുമ്പം പിന്നെ ആക്ഷൻ ആയാലും ചില ഇതൊക്കെ കൊള്ളാം. പ്രത്യേകിച്ച് ഇൻട്രോയിലുള്ള ആ ഒരു പരിപാടിയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നീട് അങ്ങോട്ട് എന്തോ ഫൈറ്റ് സീക്വൻസും ചിലത് കൊള്ളാം. പിന്നെ ക്ലൈമാക്സിൽ അത് നൈസായിരുന്നു. മ്യൂസിക് ആണെന്നുണ്ടെങ്കിലും ജെക്സ് വിജയുടെ മ്യൂസിക് ചിലയിടത്തൊക്കെ കുറച്ച് ലോ ആയിപ്പോയി. പക്ഷെ ചിലയിടത്ത് കൊണ്ട് കത്തിച്ചങ്ങ് ഓഫ് കിടു മാൻ കിടു. പിന്നെ കമ്മിങ് ടു ക്യാമിയോസ് എന്ന് തന്നെ പറയാം. കാര്യം എന്ന് വെച്ചാൽ ഒന്ന് എനിക്ക് കണ്ടപ്പം കബാലിയിലെ രജനിയുടെ ഇൻട്രോ പോലെയും, വേറൊന്ന് ആനിമലിലെ രൺവീറെ വെട്ടും കുത്തും കൊലവിളിയും പോലെയാണ് തോന്നിയത്. അപ്പം അതിൽ എന്തുവാ ലൈക്ക് നമ്മുടെ മോഹൻലാലിൻ്റെ ഇൻട്രോ, ലാലേട്ടൻ്റെ ഇൻട്രോ വന്നിട്ട് ഈ പറഞ്ഞതുപോലെ എന്തുവാ എന്ന് വെച്ചാൽ ലൈക്ക് ആ തുടക്കത്തിലൊരു ഓറ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ പിന്നെ എന്തോ എനിക്ക് അങ്ങോട്ട് കണക്റ്റ് ആയില്ല. എന്ന് വെച്ചാൽ ഉപ്പുപ്പ എന്ന് പറഞ്ഞാൽ അത്രയും എന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് സൺ എന്നുള്ള രീതിയിലല്ലേ പൃഥ്വിരാജിനെ കാണിക്കുന്നത്. എന്തോ എനിക്ക് അതുകൊണ്ടായിരിക്കും മേ ബി കണക്റ്റ് ആയില്ല. ഒരു വാപ്പ എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നെങ്കിലും ഓക്കെ. പക്ഷേ അതിനകത്ത് പുള്ളിക്കാരൻ്റെ ഒരു സ്റ്റില്ല് കാണിക്കുന്നുണ്ട്, പഴയ ഒരു ഫ്രെയിമിൽ. മോനെ കിട്ടില്ല. പിന്നെ ഒരു ക്യാമിയോ അത് കാണുമ്പം നിങ്ങൾ അറിഞ്ഞാൽ മതി. ഈ പറഞ്ഞ പോലെ അങ്ങനെ ഒരെണ്ണമുണ്ട്, കറക്റ്റ് ആനിമൽ തന്നെ. ഷർട്ടിൽ ഇത്തിരി കൈയില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ, അത് മാത്രമുണ്ട്. സോ അങ്ങനെ മൊത്തത്തിൽ എന്തോ ഉദ്ദേശിച്ച് ഇറക്കാതെ പോയൊരു പടമായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. പിന്നെ എന്ന് വെച്ചാൽ എല്ലാവരും ഒപ്പീനിയൻ ഇങ്ങനെ ആയിരിക്കില്ല, കിടിലായിരിക്കും, വിഷയമായിട്ടൊക്കെ തോന്നുമായിരിക്കും. സോ എനിക്കൊരു എബോവ് ആവറേജിൽ ഒതുങ്ങിപ്പോയ ഒരു പടമാണ് ഇത്. സോ അത്രേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ അബൌട്ട് ഖലീഫ ഫ്രം മൈ സൈഡ്.